ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിജയവും ഒപ്പം ഈ സംഭവഗതികളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മൂന്നാം കക്ഷി എന്ന നിലയിൽ അമേരിക്ക അടക്കം ഇടപെടുത്തിയിട്ടുണ്ടോ എന്ന വിഷയത്തിലുള്ള വിവാദങ്ങൾ, സൈന്യത്തിൻ്റെ വിജയവും ഒപ്പം ഇന്ത്യൻ ഭരണകൂടം നടത്തിയ ഈ ഷിംല കരാർ അടക്കം ഇന്ത്യയുടെ ശീലങ്ങളിൽ നിന്നുള്ള വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടോ എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ ഘട്ടത്തിൽ രൂപം കൊള്ളുന്നത്. റഷീദ്, അങ്ങനെ തന്നെയല്ലേ? മാത്രമല്ല, സർവകക്ഷി യോഗം വിളിക്കണം, അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കണം, നരേന്ദ്രമോദി ഈ ഒളിച്ചുകളി നടക്കില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെ ഈ വിഷയങ്ങളെ ഇന്ത്യ മുന്നണി, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടമുണ്ട്. കാരണം രാഷ്ട്രീയമായി സൈനികപരമായി ഇന്ത്യ വിജയമായിരുന്നു, അത് മോദിക്ക് അവകാശപ്പെട്ടതല്ല, 1950 ശേഷമുള്ള ഇന്ത്യയുടെ തുടർച്ചയാണത്. പക്ഷേ ഇവിടെ മോദി രാഷ്ട്രീയമായും നയപരമായും മോദി സർക്കാർ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ഏതൊക്കെ കാര്യങ്ങളിൽ വീഴ്ച വരുത്തി? എന്തൊക്കെയാണ് സംഭവിച്ച വീഴ്ച? അത് പഹൽഗാമിൽ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ അടക്കമുള്ള വീഴ്ചകൾ ഇങ്ങോട്ടേക്ക് ചർച്ച ചെയ്യണം. പിന്നീട് ഇപ്പോൾ മൂന്നാം കക്ഷിയെ ഇടപെടുത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അമേരിക്ക ഈ വിവരം ആദ്യം ലോകത്തെ അറിയിക്കുന്നത്? അതിലേക്ക് എങ്ങനെ പോയി? 12 മണിക്കൂർ നീണ്ട ചർച്ചയെന്ന് ട്രംപ് പറഞ്ഞത് എന്ത്? ഇതൊക്കെയാണ് ചോദ്യങ്ങളായി അവശേഷിക്കുന്നത്. ഇതിനാണ് സർവകക്ഷി യോഗം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്, പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന സർവകക്ഷി യോഗം വേണം എന്നാണ്. റഷീദ്. അജിംഷാദ്, തീർച്ചയായും അത്തരത്തിൽ നേരത്തെ തന്നെ ഈ സർവകക്ഷി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ രാഷ്ട്രീയ സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ ഇന്ത്യ കടന്നു പോകുമ്പോൾ പരമപ്രധാനമായി രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നേതാക്കളോടും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന കാര്യം നേരത്തെ പ്രതിപക്ഷ നേതാക്കളൊക്കെ തന്നെയും ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെ വിളിച്ചു ചേർത്തിട്ടുള്ള 2 സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് ഏറെ ആശങ്കാജനകമായി, അല്ലെങ്കിൽ ഒരു ആക്ഷേപമായി തന്നെ ഈ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രതിപക്ഷ എംപിമാരൊക്കെ തന്നെയും, പ്രത്യേകിച്ചും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി അടക്കമുള്ള ആളുകൾ അത് കൃത്യമായി സർവകക്ഷി യോഗത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു കാര്യവും ഏറെ ശ്രദ്ധേയമാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പഹൽഗാം ആക്രമണം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ഇടതുപക്ഷ എംപിമാരും അതോടൊപ്പം മറ്റു എംപിമാരൊക്കെ തന്നെയും അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതൊക്കെ നിരസിക്കുന്ന ഒരു സമീപനമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത്. പിന്നീട് നടത്തിയിട്ടുള്ള 2 സർവകക്ഷി യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുകയും ചെയ്തിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം കടുത്ത ഒരു നിലപാടിലേക്ക് കടക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം യോഗങ്ങളിൽ, അതായത് സർവകക്ഷി യോഗങ്ങൾ വിളിച്ചു ചേർക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം രാജ്യസഭാ MP കപിൽ സിബൽ അടക്കം ഒരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ പങ്കെടുക്കും എന്ന് വ്യക്തത വരുത്താതെ ആരും തന്നെ, പ്രതിപക്ഷ എംപിമാരും തന്നെ യോഗത്തിൽ പങ്കെടുക്കരുത് എന്നൊരു നിർദ്ദേശം ഇപ്പോൾ കപിൽ സിബൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ കർശനമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ നീങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ. ഈ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ മുൾമുനയിൽ നിൽക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ വലിയ വെട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം നേരത്തെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിട്ടുള്ള ഈ ചർച്ചയിൽ, വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ മറ്റൊരു കക്ഷി ഉണ്ടായിട്ടില്ല, മൂന്നാമതൊരു കക്ഷി ഉണ്ടായിട്ടില്ല എന്നൊരു വെളിപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നു തങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ തങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വിടുമ്പോൾ പ്രധാനമായും 140 കോടി ജനങ്ങൾക്കപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു ചോദ്യം കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് പാകിസ്ഥാൻ്റെ ഈ കരാറുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഒരു ഇടപെടൽ എന്താണ്? ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഇടപെടൽ എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് മറച്ചു വെക്കുന്നത് എന്തിനാണ്? അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ പാർട്ടികളെ അഭിമുഖീകരിക്കുന്നതിന് പേടിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുന്നത് എന്തിനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ സർവകക്ഷി യോഗത്തിലടക്കം നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വലിയ തിരിച്ചടിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. തീർച്ചയായും
ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. സർവകക്ഷി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിർദ്ദേശം നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അത് തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കളും ഒക്കെ തന്നെയാണ്. അത്തരത്തിലൊരു ബഹിഷ്കരണം വരികയാണെങ്കിൽ വീണ്ടും കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചടി ഉണ്ടാകും. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്നിട്ടുള്ള ഇന്ത്യയുടെ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ പ്രതിപക്ഷ എംപിമാരെയും അല്ലെങ്കിൽ രാജ്യത്തെ പരമപ്രധാനമായിട്ടുള്ള പാർട്ടി നേതാക്കളെ ഒന്നും തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നില്ല എന്നുള്ളത് ഏറെ ആക്ഷേപമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു വിവരണം നൽകണം അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഉന്നയിച്ചുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ തന്നെയും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പ്രത്യേക പാർലമെന്റ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിട്ടുണ്ട്. അതോടൊപ്പം കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കത്തയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോഴും ഒരു വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെടുന്നില്ല എന്നുള്ളത് ഏറെ ഒരു ആരോപണമായി. ഇപ്പോൾ ഈ ഉന്നതതല യോഗം അജിത് ഡോവൽ മറ്റ് സേനാ മേധാവികൾ ഒക്കെ ചേർന്ന് പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ യോഗമാണ് ഏതാണ്ട് പൂർത്തിയായതായി റഷീദ് പറയുന്നത്. ഈ പശ്ചാത്തലങ്ങളൊക്കെ പരിശോധിക്കും, അതിനുശേഷം ബ്രീഫിംഗ് ഉണ്ടാകില്ല എന്നുമാണ് ഇപ്പോഴത്തെ വിവരം. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആരോട് ചോദിക്കും, എങ്ങനെയാണ് അറിയുക എന്നതും ബാക്കിയാണ്. റഷീദ്. അജിംഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അത് ഇല്ല എന്നുള്ളൊരു നിലപാടിലേക്ക് കടക്കുന്നതായാണ് സൂചന. കാരണം യോഗം അവസാനിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യം. ശരി റഷീദ്, എന്തായാലും റഷീദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.